കേരളത്തിലിപ്പോൾ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളുകൂടിയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അദ്ദേഹം നടത്തിയത്. കാർഡിയോ തൊറാസിക് ശസ്ത്രക്രിയയിൽ 34 കൊല്ലത്തെ പരിചയം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതുവരെ ഏതാണ്ട് 20,000-ഓളം ഓപ്പൺ ഹാർട്ട് സർജറി അദ്ദേഹം നടത്തി കഴിഞ്ഞു. എത്രയോ പേരുടെ ജീവൻ തുടിക്കുന്ന ഹൃദയങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. ഹൃദയങ്ങളുടെ പെരിയോൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ഒരു അതിഥിയായി വരികയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഡോക്ടറുടെ സുഖവും ഡോക്ടറുടെ ആരോഗ്യവും ഞങ്ങൾക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യവാനായിട്ടിരിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡോക്ടർ, ശരിക്കും നമ്മുടെ ഈ കൊല്ലത്തെ 13-കാരിയിൽ ഹൃദയം ഇടിച്ചു തുടങ്ങി. അത് ഇടിക്കുന്നത് മറ്റൊരാളിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ നമ്മൾ ഡോക്ടറുടെ ജീവിതം ഏറ്റവും ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ച് ഡോക്ടർ എന്ത് പറയും? ആവണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ഒരു ഏകദേശം 2-2.5 വർഷത്തോളമുള്ള ഒരു അടുപ്പമാണ്. ആ കുട്ടി ഹൃദയപരാജയവുമായിട്ട് ആദ്യം എന്നെ സമീപിക്കുന്നത് മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഞങ്ങളെ വന്ന് കാണാറുണ്ട്, അപ്പനും അമ്മയും ഒക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവണിക്ക് നിർവഹിക്കണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ അവയവദാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മന്ദീഭവിച്ച രീതിയിലായിരുന്നത് കാരണം അവരെ അന്യസംസ്ഥാനത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവയവദാതാവിൻ്റെ ഒരു അറിയിപ്പ് ഗവൺമെൻറ്റിൻ്റെ മൃതസഞ്ജീവനിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അതീവ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന ആ കുട്ടി അന്ന്, അതായത് നമ്മൾ ഹൃദയം ദാനം ചെയ്യാനായിട്ടൊരു വ്യക്തിയുണ്ടെന്ന് ആ കുടുംബത്തെ അറിയിക്കുന്ന സമയത്ത് ശ്രീചിത്രയിലെ ഔട്ട് പേഷ്യൻ്റ് റിവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾക്കൊരു അവയവദാനം എന്ന മഹത്തായ ഒരു സംഭവം ഉണ്ടാവുകയും അങ്ങനെ ആവണിയുടെ ഹൃദയം, പഴയ ഹൃദയം മാറ്റി പുതിയത് നമ്മൾക്ക് അവിടെ പ്രതിഷ്ഠിക്കുവാനും സാധിച്ചത്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. ആ കുഞ്ഞുകുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമംഗങ്ങൾക്കും എല്ലാവർക്കും അതീവ സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്യാൻ സാധിച്ചത്. വളരെ റിസ്ക്കുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. എന്നിരുന്നാലും വിജയകരമായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിനും നമ്മുടെ മനുഷ്യത്വത്തിനും അവയം ദാനം ചെയ്യാനുള്ള കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടറെ, ശരിക്കും ഡോക്ടറുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോ ജോസഫ്, കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ്, ലിസി ഹോസ്പിറ്റൽ. ഡോക്ടർ ജോ ശരിക്കും ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അയാളുടെ അവയവങ്ങൾ അറുത്ത് മാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ഡോക്ടർ ഒരു മനുഷ്യൻ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പിനുണ്ടാകുന്ന വേഗവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ടായിരുന്നു ചെറിയൊരു കുറിപ്പിൽ. അപ്പോൾ ഈ ഡോക്ടറും ആ പോസ്റ്റ് കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഡോക്ടർ ജോ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാം. ഡോക്ടർ, ആ പോസ്റ്റ് പോലെ ഡോക്ടറുടെ മനസ്സിൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ രാത്രിയിൽ തുടങ്ങിയ ഓപ്പറേഷൻ വെളുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം തീർന്നത്. ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലോകമെമ്പാടും നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരവയവം ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുതൽ അവയവമായിട്ട് തിരിച്ചു വരുമ്പോഴെല്ലാം രാത്രി സമയങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ട്രാഫിക് അവോയ്ഡ് ചെയ്യാനും അല്പം കൂടെ സുഗമമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുവാനും കഴിയും. പക്ഷെ അത് ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളും രാത്രി ഉണർന്നു നിന്ന് പാഷനേറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്ത ഒരു ടീം സ്പിരിറ്റാണ് ഞങ്ങൾക്ക് ഈ രാത്രി സമയവും ഇതിനായി ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഒരു അവയവം ദാനം ചെയ്ത കുടുംബത്തെ കാണുമ്പോഴുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ അങ്കമാലിയിൽ തന്നെ ചെന്നപ്പോഴത്തേക്കും അവയവം ദാനം ചെയ്ത ബിൽജിത്തിൻ്റെ പിതാവിനെ കാണാനിടയായി. അവരുടെ ദുഃഖങ്ങൾ പങ്കിടുകയും അവരുടെ നഷ്ടത്തിൽ ഞങ്ങൾ ഭാഗഭാക്കാകുകയും ചെയ്യുന്നതോടൊപ്പം വെറും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഇത് സ്പന്ദിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു ഡ്യൂവലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈവിധ്യം നിറഞ്ഞ 2
സാഹചര്യങ്ങളെ ഒരേ സമയത്ത് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ് അവയവദാനവും അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും. വർഷങ്ങളായി ഇതിൽ ഏർപ്പെടുകയും പശ്ചാത്തല രാജ്യങ്ങളിൽ അതിനകത്ത് ഞാൻ ട്രെയിനിങ് സ്വീകരിക്കുകയും ചെയ്തത് കാരണം വൈകാരികമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രായോഗികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാനാവും, അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിട്ട് നമ്മൾ വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ അറിയാതെ തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് അവയവദാനവും അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമെല്ലാം.